ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കൊച്ചിയിലുള്ള ഹോയ് പഞ്ചാബ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ്. കുട്ടികൾക്ക് ലീവുള്ള സമയത്ത് ഞങ്ങൾ കൊച്ചി ആലപ്പുഴയൊക്കെ പോയിരുന്നു. അപ്പോൾ കൊച്ചിയിലുള്ള ഹോയ് പഞ്ചാബ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിനെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി പഞ്ചാബി ഫുഡ്സൊക്കെ കഴിക്കാമെന്ന്. അപ്പോൾ അങ്ങനെ ഇവിടെ വന്നതാണ്. ശരിക്കും ഇവിടെ വന്ന് കണ്ടപ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോയി. കാരണം നല്ലൊരു അടിപൊളി റെസ്റ്റോറൻ്റ് ആണ്. പഞ്ചാബി ഡ്രസ്സൊക്കെ ധരിച്ചിട്ടാണ് ഇവരിവിടെ നിൽക്കുന്നത്. ശരിക്കും റെസ്റ്റോറൻറ്റുകളിൽ നിന്ന് നോർത്ത് ഇന്ത്യൻ ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിലും പഞ്ചാബിൻ്റെ ഒതൻറ്റിക് ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നത് ആദ്യമായിട്ടാണ്. പോയി പഞ്ചാബിൻ്റെ റിവ്യൂസ് കണ്ടപ്പോൾ കൊച്ചിയിൽ വരുമ്പോൾ ഇവിടെ എന്തായാലും ഒന്ന് പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. മെനു നോക്കിയിട്ട് അവിടുത്തെ മസ്റ്റ് ട്രൈ ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫുഡ് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നമ്മൾ ചെന്നപ്പോൾ അവിടെ വലിയ തിരക്കൊന്നുമില്ല. അത്യാവശ്യം ഒരു 40 ആൾക്കാർക്ക് ഇരിക്കാനുള്ള ഡൈനിങ് ഒക്കെ അവിടെ ഉണ്ട്. പ്രൈവറ്റ് ഡൈനിങ് സ്പേസ് എല്ലാം ഉണ്ട്. ഓർഡർ ചെയ്തിട്ട് അധികം വെയിറ്റ് ചെയ്തിരിക്കേണ്ട ആവശ്യമൊന്നും വന്നില്ല. റെഡി ആയിട്ടുള്ള ഐറ്റംസ് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാം ഓരോന്നായിട്ട് കൊണ്ടുവരുന്നുണ്ട്. ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞു. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ്. നമ്മൾ എപ്പോഴും കഴിക്കുന്ന നോർത്ത് ഇന്ത്യൻ ഫുഡ് പോലെ അല്ല, അതൊരു വെറൈറ്റി ടേസ്റ്റ് ഉണ്ട് ഇതിന്. റേറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് ഫുഡിനൊക്കെ. ഒരു സാധാരണക്കാരന് അഫോർഡ് ചെയ്യാൻ പറ്റിയ ഒരു പ്രൈസ് അല്ല ഇവിടെ ഓരോ ഫുഡ് ഐറ്റംസിനും ഉള്ളത്. പിന്നെ ലക്ഷറി റെസ്റ്റോറൻ്റ് ആയതുകൊണ്ടും നല്ല ടേസ്റ്റുള്ള ഫുഡ് ആയതുകൊണ്ടായിരിക്കും ആളുകൾ ഇവിടെ വന്ന് കഴിക്കുന്നത്. കൊച്ചിയിൽ വരുന്നവർക്ക് തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആണ്. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. ഇനിയും നല്ല നല്ല റെസിപ്പീസ്, ട്രാവൽ വ്ലോഗ്, ഡേ ഇൻ മൈ ലൈഫ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.